നമ്മുടെ തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്ന CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അതായത് NIISTയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതയൊക്കെയുള്ള പോസ്റ്റാണ്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല സാലറി ഒക്കെ മന്ത്ലി കിട്ടുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരമാണ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കീഴിൽ വരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കാരണം നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ട് പിന്നെ നമ്മൾ അത് എക്സാമൊക്കെ എഴുതി അപ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. ആ സമയത്തേക്ക് നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവുന്ന അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ മുഴുവനായിട്ടും കാണുന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അപ്ഡേഷൻസും കാര്യങ്ങളും അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. എല്ലാവരും ഒന്ന് കയറിയിട്ട് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനൊന്നുമില്ല. നമ്മുടെ GOC ലെജുലാൻഡിൻ്റെ ഹോം പേജ് നമ്മുടെ വെബ്സൈറ്റ് ഹോം പേജിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാം. ഫേസ്ബുക്കിൻ്റെ ജസ്റ്റ് നിങ്ങൾ ഇതിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ്, വാട്സപ്പ് ചാനലൊക്കെ ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒന്നും മിസ്സാവില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. NISTയുടെ നമുക്കിവിടെ കാണാൻ പറ്റും. തിരുവനന്തപുരം നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് കാണാം. അഡ്വർടൈസ് നമ്പർ ഇവിടെ കാണാം, 1/2025. ഇതിലേക്ക് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് February 1 മുതലാണ്. February 1 മുതൽ നിങ്ങൾക്ക് March 3 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ പോരാ. ഓൺലൈൻ അപ്ലൈ ചെയ്ത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത കോപ്പി നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ പറയാം, എങ്ങനെയാണ് അയച്ചു കൊടുക്കേണ്ടതെന്നൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതെല്ലാം പറയാം. അപ്പോൾ അതിന് അവസാനമായിട്ട് എത്തേണ്ട തീയതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് March 14 ഓക്കെ, അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഓൺലൈൻ എടുത്ത ആ ഒരു ഹാർഡ് കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റലായിട്ടും അയച്ചു കൊടുക്കണം. അപ്പോൾ രണ്ട് രീതിയിലും ഇത് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുന്നതല്ല. നിങ്ങൾ ആ ഓൺലൈൻ അപേക്ഷ പ്രിൻ്റ് എടുത്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റലായിട്ടും അയച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇതിൽ കവർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട. ഏതൊക്കെയാണ് പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്, 5 വേക്കൻസിയാണ്. വേക്കൻസിയൊക്കെ വളരെ ലിമിറ്റഡ് ആണ്, നമുക്ക് കേരളത്തിൽ വന്ന വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ. അതിൽ ജനറൽ 2 വേക്കൻസി, SCക്ക് 1, OBCക്ക് 1, EWCന് 1, അങ്ങനെയാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ടോട്ടൽ മന്ത്ലി ഒരു 56,916 രൂപ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി ലഭിക്കും. ഒട്ടനവധി അലവൻസ് അതിൻ്റെ കൂടെ പുറമേണ്ടായിരിക്കും. 3/3/2025 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നിങ്ങൾക്ക് 28 വയസ്സ് കഴിയാൻ പാടില്ല, മിനിമം 18 ഓക്കെ. മാക്സിമം 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് OBC NCL കാൻഡിഡേറ്റ്സ്, അപ്പോൾ നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBC അവർക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ ആയിരിക്കും. അവർക്ക് 31 വയസ്സ് വരെയും, SC STക്ക് 5 വർഷം, അതായത് അവർക്ക് 33 വയസ്സ് വരെയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിനൊക്കെ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിസർച്ച് പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ കിട്ടും. അപ്പോൾ അത് നോക്കുക നിങ്ങൾ. ഈ ടെക്നീഷ്യൻ അടുത്തത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ജനറൽ തന്നെ PWD കാൻഡിഡേറ്റ്സിലെ OH കാറ്റഗറിക്ക് ഒരു വേക്കൻസി ഉണ്ട് അതിൽ. പിന്നെ OBCക്ക് 1, EWC 1, അങ്ങനെയാണ് വേക്കൻസി. 28 ഇതിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ് 31,824 അതിൻ്റെ പേ സ്കെയിൽ വെച്ച് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഏകദേശം. പിന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫറാണ്, ഒരു വേക്കൻസിയാണ്, ജനറലാണ്, ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് കാറ്റഗറിയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ 41,769 നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. സ്റ്റാർട്ടിങ് 27 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് ജനറൽ. ഇതിൽ 4 വേക്കൻസി ഉണ്ട്, ജനറൽ 3, OBC 1. അപ്പോൾ SC STക്ക് ഒന്നും ഇതിൽ വേക്കൻസി ഇല്ലെങ്കിലും EWCന് വേക്കൻസി ഇല്ലെങ്കിലും അവർക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 31,824 ഇതിൻ്റെ ആ ഒരു സാലറി പറയുന്നത്. 28 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ അടുത്ത ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് F&A ആണ്. ഇത് 4 വേക്കൻസിയാണ് ടോട്ടൽ, ജനറൽ 3, OBCക്ക് 1, അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ 31,824 സാലറി, 28 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ അടുത്ത ജൂനിയർ സെക്രട്ടേറിയറ്റ് S&P, ഇതിൽ 2 വേക്കൻസി, ജനറൽ 1, OBCക്ക് 1. അപ്പം ജനറലിലേക്ക് ആർക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാത്തിലും ജനറൽ വേക്കൻസി ഉണ്ടാവുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. 31,824 28 ഏജ് ലിമിറ്റ്. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഒരു വേക്കൻസിയാണ്, അത് ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതിൽ 56,916 സാലറി വരിക, 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, യെസ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് കോഡ് കാണുന്നുണ്ട്, ഓരോന്ന് പോസ്റ്റ് കോഡാണ് കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ്, അല്ലെങ്കിൽ ടെക്നോളജിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ. ഇനി നിങ്ങൾ ലാറ്ററൽ എൻട്രിയിലൂടെ പഠിച്ചവരാണെങ്കിൽ 2 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയും എന്ത് ചെയ്യാം, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് 2 വർഷത്തെ
എക്സ്പീരിയൻസും വേണമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ 3 വർഷം ഡ്യൂറേഷനുള്ള, ഇനി ലാറ്ററലിലൂടെ പഠിച്ചിട്ടാണെങ്കിൽ 2 വർഷം മതി, 60% മാർക്ക് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് BSc കെമിസ്ട്രി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 60% അല്ലെങ്കിൽ അത് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു 1 ഇയർ എക്സ്പീരിയൻസ് മതി ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇനി ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് പകരം നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ചെയ്തതാണെങ്കിൽ അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BSc കെമിസ്ട്രി 60% മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായിരിക്കുക, പ്ലസ് അതെന്താണ് 1 ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അതായത് BSc കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഡിപ്ലോമയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സോ ചെയ്താൽ മതി, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന BSc കെമിസ്ട്രി പ്ലസ് 1 ഇയർ എക്സ്പീരിയൻസ് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ BSc കെമിസ്ട്രി പ്ലസ് എന്താണ് നിങ്ങൾക്ക് ഒരു 1 ഇയർ ഡ്യൂറേഷനുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡിപ്ലോമയോ സർട്ടിഫിക്കറ്റ് കോഴ്സോ ഒക്കെ നിങ്ങൾ 1 ഇയർ ഡ്യൂറേഷനിൽ നിങ്ങൾ BSc കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. എന്നാൽ മുകളിൽ പറഞ്ഞത് പ്രകാരം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. അങ്ങനെ 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയോ അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ 60% മാർക്കോട് പാസ്സായിരിക്കുക, പ്ലസ് 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ പ്ലസ് 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇനി മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 60% മാർക്കോടുകൂടി കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷനിൽ ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ 1 ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ മതി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1 വർഷം ഡ്യൂറേഷനുള്ള എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എക്സ്പീരിയൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞവർ അപ്ലൈ ചെയ്യാം. 3 ഇയർ ഡ്യൂറേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ലാറ്ററലിലൂടെ പഠിച്ചവരാണെങ്കിൽ 2 ഇയർ ഡ്യൂറേഷൻ ആണെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 60% മാർക്ക് മിനിമം വേണം. 2 വർഷത്തെ എന്താണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ആയിരിക്കണം. ഇനി ലാറ്ററലിലൂടെ പഠിച്ചവരാണെങ്കിൽ 2 വർഷത്തെ ഡിപ്ലോമ വെച്ചിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. 60% മാർക്ക് വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് BSc ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അതിന് തുല്യമായുള്ള ഏതെങ്കിലും ക്വാളിഫിക്കേഷനോ നിങ്ങൾ ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ 60% മാർക്ക് കൂടി കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ പ്ലസ് അവർക്ക് എന്ത് ചെയ്യണം, 1 ഇയർ എക്സ്പീരിയൻസ് ഈ മേഖലയുമായിട്ട് വേണം. ഓക്കെ, ഇനി ഈ പറയുന്ന BSc ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 1 ഇയർ എക്സ്പീരിയൻസ് തന്നെ വേണമെന്നില്ല. അവർക്ക് എന്ത് ചെയ്താൽ 1 ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സോ അല്ലെങ്കിൽ ഡിപ്ലോമയോ നിങ്ങൾ ചെയ്തവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എക്സ്പീരിയൻസ് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന ഇത്തരം കോഴ്സുകൾ വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിനടുത്ത് ടെക്നീഷ്യനാണ്. ടെക്നീഷ്യനിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇപ്പോൾ ഇത് ഡ്രാഫ്റ്റ്മാനാണ് വിളിച്ചിരുന്നത്. നിൽക്കണം ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ നിങ്ങൾ ഈ പറയുന്ന IT പാസ്സായിരിക്കുക എന്നുള്ളതാണ്. SSLCയിൽ നമുക്ക് 55% മാർക്കും വേണം. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണ്ട. നിങ്ങൾക്ക് SSLC പ്ലസ് എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ നിങ്ങൾ ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. SSLCയിൽ നമുക്ക് 55% മാർക്ക് ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷൻ പറയുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു കാറ്റഗറി രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു കാറ്റഗറിയിലൂടെ പറയുന്നത് SSLCയിൽ 55% മാർക്ക് പ്ലസ് 2 വർഷത്തെ ഡ്യൂറേഷനുള്ള അപ്രൻറ്റിഷിപ്പ് ട്രെയിനി ആയിട്ട് ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻ സിവിൽ ട്രേഡിൽ നിങ്ങൾ അപ്രൻറ്റിഷിപ്പ് ട്രെയിനി ആയിട്ട് അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ITIയുടെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് പറയാം. അപ്പോൾ ഒന്നാമത്തെ ഞാൻ ഇപ്പോൾ പറഞ്ഞു ITI വെച്ചിട്ട്, രണ്ടാമത്താണ് അവിടെ പറയുന്നത് 55% മാർക്കോട് കൂടി SSLC പ്ലസ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ 2 വർഷം ഡ്യൂറേഷനുള്ള ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ITI പഠിച്ചോണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അപ്രൻറ്റിഷിപ്പ് വെച്ചിട്ട്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 55% മാർക്കും പ്ലസ് എന്താണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടൊരു 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ITIയോ അപ്രൻറ്റിഷിപ്പോ ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. പ്ലസ് എന്താണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഡ്രാഫ്റ്റ്മാൻ സിവിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെ കണ്ട മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ടെക്നീഷ്യൻ ഇവിടെ കാണാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് കോപ്പയിൽ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സിൽ 55% മാർക്ക് വേണം കേട്ടോ. SSLCയിൽ നിങ്ങൾക്ക് 55% മാർക്ക് പ്ലസ് ITI കോപ്പ ട്രേഡിൽ ITI കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 55% മാർക്ക് പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക്
ഈ പറയുന്ന കോപ്പയിലും അതോടെ തന്നെ പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റിലോ ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് എന്താണ് അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 വർഷത്തെ ഡ്യൂറേഷനുള്ള അപ്രൻറ്റീഷിപ്പ് ആയിരിക്കണം. 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പോ IT-യുടെ ഒന്നും ആവശ്യമില്ല. 55% മാർക്കോട് 10ാം ക്ലാസ്സും പ്ലസ് എന്താണ് 3 ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ഈ പറയുന്ന കോപ്പയിലും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റിലോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് 3 ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 രീതിയിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇനി അടുത്ത ടെക്നീഷ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ലബോറട്ടറി അസിസ്റ്റൻറ്റിൽ നിങ്ങൾക്ക് എന്താണ് IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. SSLCയിൽ 55% മാർക്ക് പ്ലസ് എന്താണ് ITI നിങ്ങൾക്ക് ലബോറട്ടറി അസിസ്റ്റൻ്റ് ആയിട്ട് കെമിക്കൽ പ്ലാന്റ് നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 55% മാർക്കോടുകൂടി SSLC പ്ലസ് എന്താണ് ലബോറട്ടറി അസിസ്റ്റൻറ്റിൽ നിങ്ങൾ എന്താണ് 2 വർഷത്തെ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് SSLCയിൽ 55% മാർക്ക് പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലബോറട്ടറി അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട് 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത പോസ്റ്റ് വരുന്നത് ജൂനിയർ സ്റ്റെനോഗ്രാഫറാണ്. +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പ്ലസ് നിങ്ങൾക്ക് എന്താണ് സ്റ്റെനോഗ്രാഫിയിലുള്ള ഒരു നല്ല അറിവുണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ സ്റ്റെനോഗ്രാഫി അറിയാത്തൊരു ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഇതിലേക്ക് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഡിക്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ട്രാൻസ്ക്രിപ്ഷനിലെ കുറച്ച് അതിൻ്റെ സ്റ്റെനോഗ്രാഫിക് ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്ത ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ജനറൽ F&E SNP വരുന്നു. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ജനറൽ ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിൽ സെയിം ക്വാളിഫിക്കേഷൻ +2 ആണ്. ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് +2 ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ആയിട്ട്. പിന്നെ ടൈപ്പിംഗ് സ്പീഡൊക്കെ നോക്കും, കമ്പ്യൂട്ടറിലാണ് ഉണ്ടാകുക. അപ്പോൾ കമ്പ്യൂട്ടറിലെ ടൈപ്പിംഗ് സ്പീഡൊക്കെ അത്യാവശ്യം അറിയുന്നവരാണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അറിയാത്തവരാണെങ്കിൽ അപ്ലൈ ചെയ്ത് നിങ്ങളത് പഠിച്ച് ഏതെങ്കിലും ടൈപ്പിംഗ് സെൻറ്ററിലൊക്കെ പോയിട്ടൊന്ന് നമുക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് പഠിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് ചെറിയ കോഴ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന F&Aയിൽ +2 തന്നെയാണ്. ഇതും നമുക്ക് കമ്പ്യൂട്ടർ അല്ലെ ആ ഒരു ടൈപ്പിംഗ് സ്പീഡൊക്കെ അത്യാവശ്യം ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഈ 3 പോസ്റ്റിലേക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജനറൽ ആണെങ്കിലും F&A ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റോർ ആൻഡ് പർച്ചേസ് ആണെങ്കിലും ഈ 3 അപ്ലൈ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ +2 പാസ്സായിരിക്കുക. +2 നിങ്ങൾ ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്ററാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന PG നിങ്ങൾ ഹിന്ദിയോ ഇംഗ്ലീഷോ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഡിഗ്രി ലെവലിൽ നമ്മൾ ഹിന്ദിയോ ഇംഗ്ലീഷൊക്കെ കമ്പൽസറി ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. 3 രീതിയിലാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ഇനി ഹിന്ദി അല്ലാതെ PG പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി ലെവലിൽ നമ്മൾ ഈ പറയുന്ന ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഇലക്ടീവ് സബ്ജക്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പൽസറി സബ്ജക്റ്റായിട്ടോ പഠിച്ചിരിക്കണം. മീഡിയം ഓഫ് എക്സാമിനേഷനൊക്കെ ആയിരിക്കുന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്കുള്ള സെലക്ഷനാണ്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ട്രേഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം ട്രേഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. OMR ബേസ്ഡോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡോ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിൽ 3 പേപ്പർ വരുന്നത്. പേപ്പർ 1 മെൻ്റലബിലിറ്റി 50 ക്വസ്റ്റ്യൻ. അതിൻ്റെ നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല, ബാക്കിയുള്ളതിലൊക്കെ 1 മാർക്ക് നെഗറ്റീവ് വരുന്നുണ്ട് കേട്ടോ. ജനറൽ അവയർനെസ് 25, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25. പിന്നെ പേപ്പർ 3 വരുന്നത് നിങ്ങളുടെ കൺസേൺഡ് സബ്ജക്റ്റ് ആണ്, ഏതാണ് നിങ്ങളുടെ ഡിസിപ്ലിൻ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. 100 ക്വസ്റ്റ്യൻ വരും, മാക്സിമം 300 മാർക്ക്. അങ്ങനെ ഓരോന്നിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്നീഷ്യൻ ആണെങ്കിലും ഇതുപോലെ ട്രേഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ആണ് ആദ്യം ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അതിന് 150 ക്വസ്റ്റ്യൻ ആയിരിക്കും ടോട്ടൽ ഉണ്ടായിരിക്കുക. അതിന് മെൻ്റലബിലിറ്റി 50 മാർക്കിന്, പിന്നെ ജനറൽ അവയർനെസ് 25, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25, പിന്നെ കൺസേൺഡ് സബ്ജക്റ്റ് 50. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ നിങ്ങൾക്ക് വരുന്നത് ഈ പറയുന്ന ആദ്യം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ഈ പറയുന്ന OMR ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ ആണ് ആദ്യം ഉണ്ടായിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇതൊക്കെ എക്സാം സെൻറ്ററൊക്കെ നമുക്ക് തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ കേട്ടോ. എക്സാം സെൻറ്റർ എല്ലാത്തിൻ്റെയും 200 മാർക്കിനായിരിക്കും എക്സാം വരുന്നത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 ക്വസ്റ്റ്യൻ, ദെൻ ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 100 ക്വസ്റ്റ്യൻ അങ്ങനെ വരിക. പിന്നെ നിങ്ങൾക്ക് പ്രൊഫഷൻസി ടെസ്റ്റ് സ്റ്റെനോഗ്രാഫിയിലുള്ള പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായി, ഡിക്റ്റേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നിങ്ങൾക്കിവിടെ കാണാം. ആദ്യം വരുന്നത് ഈ പറയുന്ന എക്സാം ആയിരിക്കും. പിന്നെ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അത് നമുക്ക് ഈ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാനുള്ള ടെസ്റ്റ് ഉണ്ടായിരിക്കുക ഈ പറയുന്ന ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആകുമ്പോൾ. അപ്പോൾ അതിന് 200 മാർക്കാണ് എക്സാം ഉണ്ടായിരിക്കുക. മെൻ്റലബിലിറ്റി 100, പിന്നെ ജനറൽ അവയർനെസ് 50, ഇംഗ്ലീഷ് ലാംഗ്വേജ് 50. ഇങ്ങനെയാണ് വരുന്നത്. കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഇംഗ്ലീഷൊക്കെ 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ഇതാക്കി. ഇതിലേതെങ്കിലും ഒന്നും മതി, ഇംഗ്ലീഷ് ഓർ ഹിന്ദി മതി കേട്ടോ, രണ്ടും വേണ്ട. ഓക്കെ, പിന്നെ ഇതാണ്. പിന്നെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമാണ് ഉണ്ടായിരിക്കുക ആദ്യം. പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്ററിലുള്ള ആ ഒരു സ്കില്ലുണ്ടോ എന്ന് അറിയാൻ അതിൻ്റേതായുള്ള ടെസ്റ്റ് കാര്യങ്ങളുണ്ടാവും. ഓക്കെ,
പിന്നെ ഇതിലേക്ക് കുറച്ച് ജനറൽ കണ്ടീഷൻ വെച്ചാൽ ഇതിലേക്ക് നമുക്ക് സാലറിക്ക് പുറമെ ബേസിക് പേ പറഞ്ഞാൽ ഒട്ടനവധി അതുപോലെ HR തുടങ്ങിയ ഒട്ടനവധി അലവൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റാണ് കേട്ടോ അതിലേക്ക്. പിന്നെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെ നോക്കാം നമുക്ക്. ഇതിലേക്ക് എക്സാം ഫീ വരുന്നത് 500 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. എന്നാൽ വിമൺ അതുപോലെ SC/ST അതുപോലെ PWD എക്സ് സർവീസ്മെൻ ഒന്നും യാതൊരു ഫീസും കൊടുക്കണ്ട. പിന്നെ CSR നിലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഫീ വേണ്ട കേട്ടോ, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ബാക്കി SC/ST PWD എക്സ് സർവീസിനും ഫീ വേണ്ട. ബാക്കിയുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ആയുള്ള ജനറൽ OBC EWS മാത്രമാണ് ഫീ ഉള്ള 500 രൂപയാണ് വരുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് നമ്മൾ ഫോം ഫില്ല് ചെയ്യണം. ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കാം. അത് നമ്മൾ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പ്രിൻ്റ് എടുക്കണം. ആ പ്രിൻ്റ് എടുത്ത ഓൺലൈൻ ഫോം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന നമ്മുടെ സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ മറ്റു കാസ്റ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. എന്നിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പറയുന്ന എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ആവശ്യമുള്ള പോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ വെക്കുക. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് റെഡ് കളറിൽ ദ കൺട്രോളർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് CSER എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ റെഡ് കളറിലൂടെ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് അഡ്രസ്സ് കേട്ടോ. ഇതാണ് അഡ്രസ്സ്, കേരള എന്ന് വരെയുള്ള ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്പീഡ് പോസ്റ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ, നമ്മൾ പോസ്റ്റൽ കവർ ഉണ്ടല്ലോ, എൻവലപ്പ് എന്ന് പറയും, ആ എൻവലപ്പിൻ്റെ മുകളിൽ നിങ്ങളിതായി പച്ച കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് വാചകം എഴുതണം. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതിയിട്ട് നിങ്ങൾ ഏതാണ് ജൂനിയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഏതാച്ചാൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ആണെങ്കിൽ ടെക്നീഷ്യൻ എന്ന് കൊടുക്കുക. എന്നിട്ട് പോസ്റ്റ് കോഡ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾക്കൂടെ കാണാം. ഇതാണ് പോസ്റ്റ് കോഡ്, നിങ്ങൾക്കൂടെ കാണാം. ഇതാണ് പോസ്റ്റ് കോഡ്. ഒന്ന് ഇറേസ് ചെയ്യട്ടെ, ജസ്റ്റ് ഒന്ന് മായ്ക്കട്ടെ. ഓക്കെ, ഓരോന്നിൻ്റെ നേരെയും പോസ്റ്റ് കോഡ് കാണാൻ പറ്റും. TA 25-3 അങ്ങനെ ഓരോന്നും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതാണ് പോസ്റ്റ് കോഡ്. അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റ് കോഡ് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറയുന്ന എൻവലപ്പിൻ്റെ മുകളിൽ എഴുതാൻ മറക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് അതിലേക്ക് വരാം. യെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ വാചകം നമ്മൾ എഴുതണം കേട്ടോ. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതിയിട്ട് പോസ്റ്റ് കോഡ് വരെ, എന്നിട്ട് ഇതേപോലെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് പോസ്റ്റ് കോഡ് എന്നിട്ടിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് കോഡ് ഇവിടെ എഴുതി കൊടുക്കുക. ഇവിടെ ടെക്നീഷ്യനാണ് ടെക്നീഷ്യൻ. ഇത് നിങ്ങളുടെ പോസ്റ്റൽ കവറില്ലേ, പോസ്റ്റൽ കവറിൻ്റെ പുറത്ത് നിങ്ങൾ എഴുതേണ്ട വാചകമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ഒരു അഡ്രസ്സിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തതാണ് ഫുൾ അഡ്രസ്സ്. ഇതിലേക്ക് അവിടെ എത്തേണ്ട അവസാന തീയതി, പോസ്റ്റലായിട്ട് എത്തേണ്ട അവസാന തീയതി മാർച്ച് 14 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ കൂടെ വെക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് ഫീ അടയ്ക്കേണ്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഫീ അടയ്ക്കണം. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റിലായിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി ഇവിടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഓഫ്ലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ, പോസ്റ്റിലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ, ഫീ അടയ്ക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, ഇപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇത് വേണ്ട, SC/ST ഒന്നും ഇത് വേണ്ട. ഫീ അടയ്ക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, അതിൻ്റെ ഫീ റെമിറ്റൻസ് എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്മൾ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ റീസെൻ്റ് ആയുള്ളൊരു ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോഗ്രാഫ് നമ്മൾ അതിൽ ഒട്ടിക്കുക. ഒരു പാസ്വേഡ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിട്ട് ആ ഫോട്ടോഗ്രാഫിൽ ക്രോസ് ആയിട്ട് നമ്മൾ സൈൻ ചെയ്യുക. നമ്മളെ പേപ്പറിലും ഫോട്ടോഗ്രാഫിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രിൻ്റ് എടുത്ത ആ ഒരു എന്താണ് നമ്മുടെ ഫൈനൽ പ്രിൻറ്റിൽ നമ്മുടെ ഫോട്ടോ, നമ്മൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഫോട്ടോയിൽ നിങ്ങൾ ക്രോസ് ആയിട്ട് സൈൻ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിത് ഓൺലൈൻ ചെയ്യലാണ്. ഓൺലൈൻ ചെയ്താൽ നമ്മൾ പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുത്താൽ നമുക്കൊരു നമ്മുടെ ഈ പറയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചുള്ള ഒരു പ്രിൻ്റാണ് കിട്ടുക, ഫൈനൽ പ്രിൻ്റ്. അതിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കും. ഫോട്ടോ നല്ല ക്ലിയർ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ തന്നെ മതി, വേറെ ഒട്ടിക്കേണ്ടതാണ് അവർ പറയുന്നത്. അതിൽ നിങ്ങൾ സൈൻ ചെയ്താൽ മതി. ഇനി അതല്ല നമുക്ക് തീരെ ക്ലിയർ ഒന്നും തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാസ്വേഡ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിട്ട് അതിൽ ക്രോസ് ആയിട്ട് സൈൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് പോസ്റ്റൽ കവറിലിട്ടിട്ട്. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് പ്രൂഫിന് വേണ്ടി നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മാർക്ക് ഷീറ്റ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പീസ് ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് കാറ്റഗറി SC/ST OBC EWS PWD ഒക്കെ കാറ്റഗറീസ് നിങ്ങൾക്ക്
അതായത് കാറ്റഗറി പ്രൂഫിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക, വാലിഡ് ആയിട്ടുള്ള. പിന്നെ ഇതൊന്നും നമ്മൾ ആക്കേണ്ടതൊക്കെ എക്സ് സർവീസ്മാൻ ഉള്ളതാണ്, ഇത് നമുക്ക് വേണ്ട കേട്ടോ. ഓക്കെ, നിലവിൽ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ. ഇനി ഇവിടെ സെൽഫ് അറ്റസ്റ്റഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോ കോപ്പി ഇത് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചെയ്താൽ മതി, നിർബന്ധമില്ല. ഇനി വേറെ ഏതെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വെക്കാണ്ടെങ്കിൽ അതും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിൻ്റെ കൂടെ വെക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ SC/ST OBC ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റൊക്കെ ഇതിൽ പേജ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിലുണ്ട്. ഇനി നമ്മൾ അടുത്ത ഘട്ടം നോക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ CSIR NIST എന്ന് പറഞ്ഞിട്ട് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്ലിക്കേഷൻ എന്നുള്ള ഈ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് അവർ ഓൺലൈൻ അപ്ലിക്കേഷൻ ടീം എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കിട്ടും. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ലോഡായി വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് ലോഡായി വന്നിട്ടുണ്ട് പേജ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് CSIR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി കണ്ടിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ SSLC ബുക്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ പേര് അതുപോലെ കൊടുക്കാം. നിങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് യെസ് എന്ന് കൊടുത്താൽ നമ്മൾ ആ ഡീറ്റെയിൽസ് കൂടെ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇഫ് യെസ് നമ്മൾ മുകളിൽ യെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് പേര് മാറ്റിയെന്നുള്ളത് കൊടുത്താൽ മതി. നമ്മുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക നിങ്ങൾ. അതുപോലെ നമ്മളൊരു പാസ്വേഡ് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ ആ പാസ്വേഡ് റീടൈപ്പ് ചെയ്യുക, എന്നിട്ട് രജിസ്റ്റർ എന്ന് കൊടുക്കുക. ഇനിയിപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ ആ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് വെച്ചിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുക. ഇമെയിൽ ID നിങ്ങളുടെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പറയുക, നിങ്ങൾ കമൻറ്റായിട്ട് പറയുക, അങ്ങനെയാണെങ്കിൽ ചെയ്യാം. ഇനി അതല്ല നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓൺലൈൻ ടീമിനെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കാണ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്